ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ വിശാഖം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. അതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നതാണ് സമയമാണ്. നിങ്ങൾക്ക് ഊഹ കച്ചവടമൊക്കെ തൽക്കാല ലാഭം ഉണ്ടാക്കി തരുന്നൊരു അവസ്ഥയുണ്ട്. അത് ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലൊക്കെ ചെറിയ ചെറിയ ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളൊക്കെ മറുപക്ഷത്ത് വന്ന് ചേരുന്ന സമയം, നിങ്ങളുടെ ശത്രുപക്ഷത്തേക്ക് വന്ന് ചേരുന്നൊരു സമയമാണ്. കാർഷിക രംഗത്തുള്ളവർക്കൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ചിലർക്കൊക്കെ നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഔദ്യോഗിക രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ യാത്രയൊക്കെ പുറപ്പെടുമ്പോൾ യാത്രാവേളകളൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചിട്ട് പോകുന്നതായിരിക്കും ഉത്തമം. സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോടുകൂടി ചെയ്യേണ്ട ഒരവസ്ഥയാണ് സമയമാണിപ്പോൾ. സാമ്പത്തികപരമായിട്ട് ചെറിയ ചതിക്കുഴികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ വേണ്ടി ശത്രുക്കൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജോലിയിലായിക്കോട്ടെ മറ്റേതെങ്കിലും കാര്യങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ശത്രു പാളയത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് ആഗ്രഹം നിറവേറുന്നൊരു സമയമാണ്. നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾക്ക് മാതൃഗുണം കൂടിയിരിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ അയൽക്കാരുമായിട്ടൊക്കെ മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നൊരു സമയമാണ്. ചിലരൊക്കെ പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലം തന്നെയാണ്. സഹപ്രവർത്തകരുമായിട്ട് അകലാനുള്ള സാധ്യത ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴുണ്ട്. ഉദ്യോഗസ്ഥർക്കൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കൊളീഗുമായിട്ടൊക്കെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ മാനസികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അകലാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈശ്വര ചിന്ത കൂടുതലായിട്ട് കാണുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് നിലവിലുള്ള ജോലിയേക്കാൾ കുറച്ചുകൂടി ഉന്നതമായ ജോലി, അതായത് മേന്മയുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർക്ക് കാണുന്നു. നിങ്ങൾക്ക് നാളിതുവരെ ഉണ്ടായിരുന്ന ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. പൊതുരംഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്കൊക്കെ ഉയർച്ചയുടെ കാലമാണ്. ഇഷ്ടപ്പെട്ട രീതി അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുനടന്നൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നൊരു സമയമാണ്. പൊതുജന മധ്യത്തിലും ഒരു വിലയും നിലയും ഒക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഒഴിച്ചാൽ കാലം വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് കൂട്ടാനും അതുപോലെ തന്നെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് വേണ്ട ചെറിയ ചെറിയ വഴിപാടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവകാര്യ വിജയവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകാനുള്ള സാധ്യത എന്തുകൊണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ശിവഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ശിവഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ സർവകാര്യ വിജയം ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോകൾക്കായിട്ട് പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.